ഇവ ഒരു പാവമാണ് ഏമാനെ. ഞാൻ പക്ഷെ അത്ര പാവമൊന്നുമല്ല. പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞ പോലെ അത്യാവശ്യം തരികിട പണികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാളാ ഞാൻ. 2 വക്കീലന്മാരും അവരവരുടെ ജോലി ഭംഗിയായി എടുത്തു. ഇതിന്റെ വിധി എന്തായാലും ഒരു സത്യം ഞാൻ പറയാം. പറഞ്ഞില്ലെങ്കിൽ നിരപരാധിയായ എന്റെ സുഹൃത്ത് ശിക്ഷിക്കപ്പെടും. ഏമാനെ, ഇത് പ്ലാൻ ചെയ്തതും നടപ്പിലാക്കിയതും ഞാൻ തന്നെയാണ്. ഗോപാലകൃഷ്ണനെ അവൻ അറിയാതെ ഇതിൽ കൊണ്ടുവന്ന് പെടുത്തിയതാ. കാണിക്ക വഞ്ചി കുത്തി തുറന്നതും അതിനുള്ള പ്ലാൻ തയ്യാറാക്കിയതും ഞാൻ തന്നെയാ ഏമാനെ. സ്നേഹബന്ധത്തിന്റെ പേരിൽ ഒരാളെ ബലിയാടാക്കാൻ മനസ്സ് വരുന്നില്ല. അതുകൊണ്ടാണ് ഇതിപ്പോ തുറന്നു പറയുന്നത്. ജയിലിലായാലും വീട്ടിലായാലും കണ്ണെടുത്ത് കിടന്ന ഉറക്കം വരണ്ടേ ഏമാനെ. ഉറക്കമില്ലാത്ത ഒരാൾ എന്തിനു കൊള്ളാം. അതുകൊണ്ടാണ് ഞാനിതിപ്പോ പറയുന്നത്. ഒന്ന് കാണിക്കുക പോലും ചെയ്യാതെ എന്നെ നിങ്ങൾ ഒറ്റപ്പെടുത്തി കളഞ്ഞില്ലേ? പൊറിക്കില്ല, ദൈവം ഇതൊന്നും പൊറിക്കില്ല. പ്രോസിക്യൂഷൻ വാദവും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ 2ാം പ്രതിയായ വേലായുധനെ കസ്റ്റഡിയിൽ വയ്ക്കാനും 1ാം പ്രതിയായ ഗോപാലകൃഷ്ണനെ ജാമ്യത്തിൽ വിടാനും കോടതി ഉത്തരവാകുന്നു. ഈ കേസിന്റെ അടുത്ത വാദം ഓഗസ്റ്റ് മാസം 10ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ഞാൻ പിന്നെ എന്തിനാ ഈ കിടന്ന് വായിട്ടലച്ചത്? ഇതാണ് വക്കീലെ ശരി. ഇത് തന്നെയാണ് ശരി. ഈ ശരിയാണ് നടപ്പിലാകേണ്ടത്. വാ പറയാം. എന്തായാലും ശാലിനിയുടെ അച്ഛന് ജാമ്യം കിട്ടിയല്ലോ. അതെ, സമയമുണ്ടല്ലോ. ശിക്ഷ ഒഴിവാക്കാൻ നോക്കാം. ടെൻഷൻ ആവണ്ട, വേണ്ടത് നമുക്ക് ചെയ്യാം.